മാസപ്പടി വിവാദത്തിൽ വീണ വിജയന് തിരിച്ചടി. സ്വകാര്യ കരിമണൽ കമ്പനിയുമായുള്ള ഇടപാടുകളിൽ SFIO അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് വീണ വിജയൻ നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി തള്ളി. അന്വേഷണം തടഞ്ഞുള്ള ഇടക്കാല ഉത്തരവ് അനുവദിക്കണമെന്നായിരുന്നു വീണ വിജയന്റെ ആവശ്യം. പൂർണ്ണമായ വിധിപ്പകർപ്പ് നാളെ രാവിലെ ലഭ്യമാകും. വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കും കരിമണൽ കമ്പനിയായ CMRലും തമ്മിലെ സാമ്പത്തിക ഇടപാടിലാണ് SFIO അന്വേഷണം നടത്തുന്നത്. ചട്ടം 210 പ്രകാരം ROCയുടെ അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിച്ചിട്ടും ചട്ടം 212 പ്രകാരം SFIO അന്വേഷണം പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനം വ്യക്തമല്ലെന്നും കേസ് റദ്ദാക്കണമെന്നുമാണ് എക്സാലോജിക് വാദിച്ചത്. എക്സാലോജിക്കിന് വേണ്ടി സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ അരവിന്ദ് P. ദത്തറാണ് ഹാജരായത്. അതീവ ഗുരുതര സാഹചര്യത്തിൽ മാത്രം SFIO അന്വേഷണം അനിവാര്യമെന്നിരിക്കെ രണ്ട് കമ്പനികൾ സോഫ്റ്റ്വെയർ കൈമാറ്റം നടത്തിയതിന് SFIO അന്വേഷണം ആവശ്യമില്ല എന്നായിരുന്നു എക്സാലോജിക്കിന്റെ വാദം. എന്നാൽ ഗുരുതര സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ CMRLന്റെ ഇടപാടിൽ നടന്നിട്ടുണ്ടെന്നും പ്രാഥമിക അന്വേഷണത്തിൽ ഇക്കാര്യം വ്യക്തമായതായും SFIOയ്ക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ വ്യക്തമാക്കി. കർണാടക ഹൈക്കോടതിയിലെ ജസ്റ്റിസ് M. നാഗപ്രസന്ന അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. ഹർജി തള്ളുന്നു, നാളെ രാവിലെ 10:30 വിശദമായ വിധിപ്പകർപ്പ് നൽകാം എന്ന ഒറ്റവരി വിധിയാണ് പുറപ്പെടുവിച്ചത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.